ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല മടി പിടിച്ചിട്ടിരിക്കുന്ന ദിവസങ്ങളുണ്ടാവൂലേ? അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ പണിയെടുക്കാൻ ഭയങ്കര മടിയാവും. അപ്പോൾ ഞാൻ ഇന്നലത്തെ കൂട്ടാനൊക്കെ വെച്ചിട്ട് ഈ ഒരു ചമ്മന്തി മുട്ടയും കൂടിയും പൊരിച്ച പിന്നെ അന്നത്തെ ഒരു ദിവസത്തെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചമ്മന്തിയാണല്ലോ, നാളികേര ചമ്മന്തിയാണ്. അപ്പോൾ ഇതിന് കുറച്ച് തേങ്ങ വേണം, വറ്റൽമുളക് വേണം, ചെറുള്ളി വേണം, പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ നമുക്ക് തക്കാളി മാറ്റി വെക്കാം, ചമ്മന്തിക്കുള്ള സാധനങ്ങൾ എടുക്കുക. അപ്പോൾ ഇതിലൊരു 6 ചോള ഉള്ളി ഉണ്ട് കേട്ടോ. 6 അല്ല 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി കുറച്ച് കൂട്ടി എടുത്തോളൂ, നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 മുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കരുത്. വെറുതെ ചെറുള്ളി, നാളികേരം, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഉണക്കമുളകാണ്. ഉണക്കമുളകിൻ്റെ പകരം നമ്മളെ ചീനമുളക് ഉണ്ടല്ലോ, കാന്താരി മുളക്, അതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം വിട്ടുപോയിട്ട്, നമ്മൾ ചമ്മന്തി അരക്കുമ്പോൾ അതിൽ പുളി കൂട്ടിയിട്ട് അരക്കണമെങ്കിൽ പിന്നെ തക്കാളി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് തക്കാളിയുടെ ആ ഒരു പുളി മതി എന്ന് വിചാരിച്ചിട്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ പകരം വേണമെങ്കിൽ നമ്മൾ ചമ്മന്തി അരക്കുന്ന സമയത്ത് പുളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇനി ഉപ്പിൻ്റെ കുറവുണ്ടാവില്ല, നമ്മൾ ചമ്മന്തി അരക്കുമ്പോൾ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇതൊക്കെ ഉണ്ടാക്കണതിൻ്റെ അവകാശം നമ്മൾ ഉമ്മമാർക്ക് കൊടുക്കണമല്ലേ. നമ്മളെ ഉമ്മമാർ എന്തെല്ലാം പൊടികൈകൾ ചെയ്തിട്ടാണല്ലേ നമ്മളതിനെ സ്കൂളിലേക്കൊക്കെ ഒന്ന് പറഞ്ഞയച്ചു തരുന്നത്. ഉച്ചക്കിലേക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്ന ദിവസങ്ങൾ ഇതുപോലെ ഒരു ചമ്മന്തി മുട്ട ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ആ രുചി ഇപ്പോഴും നാവിലുണ്ട്. അതും ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ ഞാനിന്നത് ഇരുമ്പ് ചട്ടി തന്നെയാണ് വെച്ചേക്കുന്നത്, അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഇത്ര ഒഴിക്കേണ്ട കേട്ടോ. ഞാൻ ആ രുചി കിട്ടാൻ വേണ്ടിയിട്ട്, അന്നൊന്നും ഉമ്മമാർ പിശുക്കൊന്നുമില്ലല്ലോ, അവർ കുറേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടല്ലേ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുക. അന്നൊക്കെ ബീഫ് കടിക്കണേൻ്റെ നെയ്യ് കളയില്ല, ആ നെയ്യ് ഇട്ടിട്ട് തന്നെ ഒരു കൂട്ടാൻ വെച്ചെടുക്കും. ഇപ്പം അതൊന്നും പറ്റില്ലല്ലോ, നമുക്ക് എല്ലാം കുറച്ചിട്ട് വേണ്ട ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ആ ചട്ടിയൊക്കെ ചൂടായി, വെളിച്ചെണ്ണൊക്കെ ചൂടായി, നമ്മളിതിൽ നിന്ന് കോഴിമുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിൽ വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കി വെക്കാം. ഇനി എങ്ങാനും കരിഞ്ഞു പോയോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ മീഡിയത്തിലാണ് കേട്ടോ ഫ്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളത്. അപ്പോൾ ഇതാന്ന് തുറന്ന് നോക്കി നോക്കിയപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പതുക്കെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് കനത്തിലായതുകൊണ്ട് നമുക്ക് മറിച്ചിടുമ്പോൾ ഇങ്ങനെ പൊട്ടി പോകും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. ഇനി ഒന്നും കൂടി അടച്ച് വെക്കുക. ഈ ഒരു ഭാഗം കൂടി വെന്ത് വന്നോട്ടെ. മുട്ട അണിയുമ്പോൾ അതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. അത് കാരണം കുറച്ച് നേരം തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ, കനത്തിലായതുകൊണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും ഇങ്ങോട്ട് എടുക്കുക. നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെറുതെ കട്ടൻ ചായ കൂട്ടി കഴിക്കാനും രസമാണ്, പിന്നെ അതുപോലെ ചോറിൽക്കും രസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അധികം പണികളൊന്നും ഇല്ലല്ലോ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ. അപ്പോൾ ഇനി രണ്ടാമത്തും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 3 കോഴിമുട്ട വെച്ചിട്ട് 2 ഓംലേറ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ പണ്ടത്തെ ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തേക്കുന്നത്. നിങ്ങൾ ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ട് പൊരിച്ചെടുത്തോളൂ കേട്ടോ. അതിൻ്റെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ ഒരു ചെറുപ്പത്തിലത്തെ രുചി കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി കയറ്റി വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടം അതിനുണ്ടാക്കിയെടുത്തോളൂ. ഇത് ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ, 100% ഞാൻ പറയുന്നത്. നല്ല രസമുള്ള ഒരു ഓംലേറ്റാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അവർ കഴിക്കണേക്കാട്ടും ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ, കാരണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ നാളികേരമൊക്കെ ഇട്ടിട്ട് താറാവ് മുട്ടയാണല്ലോ പൊരിച്ചെടുക്കാറുള്ളത്. മറ്റേ സാധാ മുട്ടയിലൊന്നും നമ്മൾ നാളികേരം ഇടാറില്ല. അപ്പോൾ ഇതുപോലൊരു ചമ്മന്തിയൊക്കെ അരച്ചിട്ട് മുട്ട പൊരിച്ച് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും വന്ന് പറയണേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓംലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുള്ളൊന്ന് വേവണം കേട്ടോ. നമ്മൾ കുറച്ച് കനത്തിലുണ്ടാക്കണം, കാരണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കനം കുറച്ചിട്ട് ഉണ്ടാക്കരുത്. കനം കുറച്ചാൽ നമുക്ക് ഈ ഒരു രുചി കിട്ടില്ല. ഇത് കുറച്ച് കനത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, എന്നാലാണ് നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ ഒരു നാളികേരത്തിൻ്റെ എല്ലാറ്റിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിത് ദോശ പോലെ പരത്തിയിട്ടൊക്കെ അത്രയും കനം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് കുറച്ച് കനത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മീൻ കായം പട്ടിയത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി അടുത്തിട്ട് പൊരിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കിലേക്കുള്ളതായി. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാളയാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉമ്മ ഉണ്ടായിരുന്നു. മാമികളൊക്കെ സ്കൂളിൽ പോയിട്ട് പോയേക്കായിരുന്നു. അപ്പോൾ ഉമ്മൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വീട്ടിലെ ആൾക്കാരുണ്ടായിട്ട് അവരെല്ലാവരും പോയതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു എന്താ പറയുക വിഷമവും മടിയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് എനിക്കിന്ന് മടിയാണ് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും വീഡിയോ വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ മുട്ട പൊരിക്കുന്നത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലതാണ്, നല്ല രസമുള്ള മുട്ട പൊരിച്ചതാണ്. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ. ഞാൻ മാത്രം ഉണ്ടാക്കിയ പോലെയല്ല, നിങ്ങളും ഉണ്ടാക്കി കഴിക്കണ്ടേ. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചത്, മീൻ പൊരിച്ചതൊക്കെ ആയിട്ടുണ്ട്.
ഇനി ചോറ് വിളമ്പാലേ. അപ്പോൾ അത് ഞാൻ കുറച്ച് ചോറ് വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിനെങ്കിൽ കുറച്ച് നേരം നിങ്ങളെ കൊതിപ്പിച്ചാലല്ലേ നിങ്ങളത് പോയി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതാ ചോറ് വിളമ്പി അതിലേക്ക് നമ്മുടെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം 2 ആക്കിയിട്ട് എടുത്തത്. അപ്പോൾ ആ ചോറിലേക്ക് നമുക്ക് ആ ഒരു ഓംലേറ്റ് വെച്ച് കൊടുക്കുക. ഇത് തന്നെ മതിയിട്ടൊരു പ്ലേറ്റ് നിറച്ചുകൊണ്ട്. ഇത് കട്ടൻ ചായയിലേക്കും നല്ലതാണ് കേട്ടോ. നമുക്ക് വൈകിട്ട് നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ചൂടിയുള്ളതാണല്ലോ മുളകൊക്കെ ഇട്ടിട്ട്. ഇനി ഇതിലേക്ക് ചാള പൊരിച്ച് എടുത്തിട്ടുണ്ട്, ഒരു പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കൂട്ടാനാണ് കേട്ടോ. നമ്മുടെ പച്ചച്ചെമ്മീനും മുരിങ്ങക്കായും മായും കൂടിയിട്ട് നാളികേരമൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ അതും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉച്ചക്കിലേക്ക്. അപ്പോൾ ഇനി നിങ്ങൾക്കൊക്കെ മടി വരുന്ന ദിവസം ഇതൊന്ന് പിടിച്ച് നോക്കി നോക്കും കേട്ടോ. മടി വരാത്തവരാരും ഉണ്ടാവില്ല. നമുക്ക് മാസത്തിലൊരിക്കലെങ്കിലും എന്തായാലും ഒരു ദിവസം മടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്ക് അധികം നേരം കിച്ചണിൽ നിൽക്കാനൊന്നുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല. എനിക്കൊക്കെ ചില സമയത്ത് ഇങ്ങനെ വയ്യാതെ ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മടി പിടിച്ച സമയത്തൊക്കെ അടുക്കളയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ കണ്ടില്ലേ, നമ്മൾ മുട്ട പൊരിച്ച് നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.